അതുപോലെ തന്നെ സലഫി വിചാരവേദി കണ്ണൂർ എന്ന പേരിലുമൊക്കെ നോട്ടീസ് ഇറങ്ങിയിരുന്നു. അവിടെ അതിന്റെ തെറ്റുകൾ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ജമിയത്തുൽ അങ്ങനെ ഒരു വാദമില്ല. ജിന്നുബാധയുണ്ട്, സിഹിർബാധയുണ്ട്. പക്ഷേ റസൂൽ ഇല്ലാത്തത് കൊണ്ട്, വഹയുള്ള നബി ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ കാലത്ത് ആർക്കും തിരിച്ചറിയാൻ വഴിയില്ല. പിന്നെ ഇല്ല എന്ന് പറയല്ല നല്ലത്. ഹുസൈൻ മടവൂരും കൂട്ടി അതാണ് ചെയ്തത്. ഹുസൈൻ മടവൂർ എന്നോട് നേരിട്ട് പറഞ്ഞതാ, സക്കരിയ ജിന്നുബാധയുണ്ട്, സിഹിർബാധയുണ്ട്, പക്ഷെ ഞാൻ ചികിത്സിക്കുന്നുണ്ടോ, നീ ചികിത്സിക്കുന്നുണ്ടോ? നമ്മൾ ഇതിന് ചികിത്സ ചെയ്യാത്തിടത്തോളം കാലം ഇത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പിന്നെയും മുസ്ലിംമാരെയും തങ്ങന്മാരെയും അടുത്തേക്ക് പോവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചികിത്സിക്കണം, അല്ലെങ്കിൽ ഇത് ഇല്ല എന്ന് പറയല്ല സൗകര്യം. അതാണ് ഇപ്പോൾ മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചികിത്സിക്കാൻ തയ്യാറില്ല, അത് ഖുറാഫാത്താണെന്ന് ആളുകൾക്കിടയിൽ പ്രചാരമുണ്ട്. അതുകൊണ്ട് ജിന്നുബാധല്ല, സീർവാദല്ല എന്ന് പറയലാണ് നമുക്ക് സൗകര്യം. മൂപ്പരുടെ ഒരു പൊളിറ്റിക്സ് ആണല്ലോ. എന്നാൽ ആ രീതിയിലേക്ക് തന്നെ ഇപ്പൊ വരും പോയത്. ഇപ്പൊ KNMകാര് ജമിയത്തുൽമന്റെ ബുക്കൊക്കെ ഇറങ്ങിയപ്പോ ജിന്നുബാധ ഉണ്ട്, സിഹിർബാധ ഉണ്ട്, അത് മുഅ്മിനായ മനുഷ്യന് ബാധിക്കാം, മുജാഹിദിനും ബാധിക്കാം, പക്ഷെ തിരിച്ചറിയാൻ വഴിയില്ല, ചികിത്സ നബിക്ക് മാത്രം. എന്ത് അബദ്ധവാദമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതെല്ലാവരും അംഗീകരിക്കണം എന്നപ്പോ അബ്ദുറഹ്മാൻ സലഫി ഇറക്കുമതി ചെയ്ത പുതിയ വാദമാണ്. ആ പുതിയ വാദം ലോകത്ത് സലഫികൾക്ക് ആർക്കുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സംഘടനയിൽ മാത്രം എന്താ ഈ ജിന്ന് സിഹിർ വിഷയം ഒരു കീറാമുട്ടി? ലോകത്തുടനീളമില്ലേ സലഫികൾ? അവിടെയൊന്നും ഇതൊരു കീറാമുട്ടിയല്ലല്ലോ. കാരണം അവരൊക്കെ പ്രമാണങ്ങളിലുള്ളത് അങ്ങനെ തന്നെ അംഗീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ ചില ആളുകൾക്ക് സലഫിയത്ത് എന്നതൊരു മറ മാത്രമാണ്. പ്രമാണങ്ങളിലുള്ള പലതും സ്വീകരിക്കാൻ ഇവിടെ പല ആളുകൾക്കും മനസ്സില്ല. അതാണ് വാസ്തവത്തിൽ പ്രശ്നത്തിന്റെ മർമ്മം. അന്ന് ഞാൻ KM മൗലവിയുടെ ഫത്വ വായിച്ചിരുന്നു. മുൻകാല മുജാഹിദ് നേതാക്കൾക്ക് ഇങ്ങനത്തെ വാദം ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, ഖുർആനിലെ ആയത്തുകൾ, റസൂലിന്റെ ഹദീസിൽ വന്ന ദിക്റുകൾ, പ്രാർത്ഥനകൾ, ഇവ കൊണ്ട് മാരണമോ പിശാച് ബാധയോ ഉണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ചികിത്സിക്കുന്നതിന് ദോഷമില്ല. ഇത് പുറത്തിറക്കിയത് യുവതക്കാരാ, മടവൂരികളാ. 2008 നവംബറിൽ ഇറക്കിയത്. അപ്പൊ ഇതിലെന്ത് പറഞ്ഞു? ജിന്നുബാധയുണ്ടാകാം, സിഹിർബാധയുണ്ടാകാം. അത് ഉറപ്പൊന്നും കിട്ടണം. അങ്ങനെ വിചാരിക്കപ്പെടുന്ന ലക്ഷണം കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, നിഗമനമുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഖുർആൻ കൊണ്ട് ചികിത്സിക്കാം. എന്തിനാ ഇത് പറഞ്ഞത്? അന്ധവിശ്വാസം കൊടികുത്തി വാഴുന്ന കാലത്താ KM മൗലവി പ്രവർത്തിക്കുന്നത്. അപ്പൊ ജനങ്ങളെ ജിന്നുബാധല്ല, സീർബാധല്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ജിന്നുബാധ ഉണ്ട്, സീർബാധ ഉണ്ട്, പക്ഷെ അത് ഉണ്ടായാൽ ഞങ്ങൾ ജാറത്ത് പോകല്ല വേണ്ടത്, ഏർവാടിയിലേക്ക് പായല്ല വേണ്ടത്, ഏലസും മുറുക്കും നൽകുന്ന മുസ്ലിംരത്തേക്ക് പോകല്ല വേണ്ടത്, ശൈത്താൻ പൂജകനായ തങ്ങളെടുത്തോ പനിക്കരെടുത്തോ പോകല്ല വേണ്ടത്, നിങ്ങൾ ഖുർആൻ കൊണ്ട് ചികിത്സിക്കണം എന്നാ പറഞ്ഞത്. ഉറപ്പില്ലാതെ എങ്ങനെ ചികിത്സിക്കാം? ഉറപ്പ് കിട്ടണമെന്നില്ല, വിചാരിക്കപ്പെടുന്ന അവസരത്തിനാ KM മൗലവി പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഒരാൾക്ക് ഖുർആൻ ഓതിക്കൊടുത്ത സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഒരാൾക്ക് ജിന്നുബാധയാണെന്ന് വിചാരിച്ച് നമ്മൾ കുറേ ഖുർആൻ ഓതിക്കൊടുത്ത്, ദിക്ർ ചൊല്ലിക്കൊടുത്ത്, ഒഴിഞ്ഞു കൊടുത്ത്, തടവി കൊടുത്ത്, അതളപ്പോൾ റുഖിയ ശരയ്യാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ? ഓതിയോനും കൂലി, കേട്ടോനും കൂലി. ഒരു എഫക്റ്റ് അല്ലാത്ത സൈഡ് എഫക്റ്റ് അതിനില്ലല്ലോ. അപ്പൊ ഈ രീതിയിലൊക്കെ KM മൗലവി ഒക്കെ പഠിപ്പിച്ചതാണ്. മാത്രല്ല, അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ അടുത്തൊരു പെണ്ണ് കുട്ടിയെയും കൊണ്ട് വന്നപ്പോൾ പറയാണ്, നബിയെ എൻ്റെ ഈ കുട്ടിക്ക് ജിന്നുബാധയുണ്ട്, ഇന്നബിനി ഹാദാ ബിഹി ലമമുൻ. അപ്പൊ നബി ചോദിച്ചോ, പെണ്ണെ നിനക്ക് വഹിയുണ്ടോ? നിനക്ക് എങ്ങനെ ഇത് തിരിഞ്ഞത്? ഞാനല്ലേ വഹിയുള്ള, ഞാനല്ലേ അത് പറഞ്ഞോ? പറഞ്ഞില്ല. അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി ഇപ്പൊ ഇറക്കിയ ബുക്കിൽ ഈ ഹദീസിന്റെ അർത്ഥം മൊത്തത്തിൽ കൊടുത്തിരിക്കുക. പദാനുപദം കൊടുത്താൽ ഇത് പൊളിയും. ഇന്നബിനി ഹാദാ ബിഹി ലമമുൻ, അത് പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ തട്ടിപ്പ് നടത്തി. അനസും ഹനീഫയും കൂടി എഴുതി അബ്ദുറഹ്മാൻ സലഫി കൂടിയിട്ടുണ്ടാക്കിയ ബുക്കാണിപ്പത്. കണ്ടോ? അതുപോലെ തന്നെ സൊറഅ് ബാധിച്ച, അപസ്മാരം ബാധിച്ച സ്ത്രീ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞെന്താ? ഇന്ന ശൈത്താന ഖദ് ഗലബനി, പിശാചി എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ ഇന്നി അഖാഫുൽ ഖബീസ അൻ യുജരിദനി, ഈ പിശാച് ഞാൻ മറിഞ്ഞു വീഴുന്ന സന്ദർഭത്തിൽ എൻ്റെ വസ്ത്രം നീക്കിക്കളയുന്നതിനെ ഞാൻ പേടിക്കുന്നു. അതെങ്ങനെ പെണ്ണെ, നിന്റെ അപസ്മാരത്തിന് കാരണം പിശാച നിനക്ക് മനസ്സിലായി, നിനക്ക് വഹയുണ്ടോ എന്ന് റസൂൽ ചോദിച്ചപ്പോൾ നബി അല്ലാത്തവർക്കും ജിന്നുബാധയും സീർബാധയും തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് തിരിച്ചറിഞ്ഞിട്ടില്ലേ? ചികിത്സിച്ചിട്ടില്ലേ? ഇമാം ഇബ്നു ഇബ്നു തൈമിയ തിരിച്ചറിഞ്ഞിട്ടില്ലേ? ചികിത്സിച്ചിട്ടില്ലേ? ഇബ്നു ഖയ്യിം തിരിച്ചറിഞ്ഞിട്ടില്ലേ? ചികിത്സിച്ചിട്ടില്ലേ? ലോകത്തുടനീളമുള്ള സലഫികൾ ചികിത്സിക്കുന്നില്ലേ? തിരിച്ചറിയുന്നില്ലേ? അവർക്കൊന്നും തിരിയാത്തൊരു പുതിയ ഹദീസ് ഇയാൾക്ക് തിരിഞ്ഞത്. എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ തത്തമ്മയെ പൂച്ചാനവർ ഇയാൾ പറഞ്ഞൊക്കെ പറയണം. അത് KJ ഹൈജാക്ക് ചെയ്തിട്ട് KJന്റെ അഭിപ്രായമാക്കി കൊണ്ടുവരിക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് പുളിക്കൽ ഞാൻ പറഞ്ഞില്ല ഇയാൾക്ക് ദഹിക്കാത്തത്. എങ്കിൽ അത് പറയട്ടെ ജനങ്ങളോട്. ഞാൻ പറഞ്ഞത് ഇതാണ്. മാത്രല്ല, വിശുദ്ധ ഖുർആനിലെ ആയത്തന്നെ എന്താ? അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പലിശ തിന്നുന്നവർ നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരുന്നത് പിശാച് വാദ നിമിത്തം, പിശാച് മറിച്ചു വീഴ്ത്തിയവൻ എഴുന്നേറ്റ് വരുന്നത് പോലെയായിരിക്കും. അപ്പൊ പിശാച് മറിച്ചു വീഴ്ത്തും.
മറിച്ച് വീഴ്ത്തുന്നവൻ എണീറ്റ് വരുന്നത് എങ്ങനെയാണ് നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ ഖുർആൻ ആ ഉദാഹരണം പറഞ്ഞത്. ആളുകൾക്ക് തിരിയാത്തൊരു ഉദാഹരണം അള്ളാഹു പറയോ? അപ്പൊ അതൊക്കെ ഞാൻ അന്ന് പ്രസംഗത്തിൽ ചോദിച്ചിരുന്നു. അതായിരിക്കാം ഒരു പക്ഷേ ഇവരെ ചുണ്ടി പിടിപ്പിച്ചത്, എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കത് ബോധ്യപ്പെടുത്തി തന്നിട്ടില്ല. അത് ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ തന്ന കത്തിൽ പറഞ്ഞിട്ടുള്ളത് താങ്കളെ പലവട്ടം ശാസിക്കുകയും ഉപദേശിക്കുകയും ചെയ്തതാണല്ലോ എന്ന്. അപ്പോൾ ആളുകൾ വിചാരിക്കും എപ്പോഴും എനിക്കിങ്ങനെ തെറ്റുപറ്റലും ശാസിക്കലും ഉപദേശിക്കലും തന്നെയാണ്. ഒരിക്കൽ ഞങ്ങളെ വിളിച്ച് ഈ ജിന്ന് വിഷയം ജിന്ന് വിഷയം ആദ്യം എടുത്തിട്ടത് ഹുസൈൻ മടവൂരും കൂട്ടരാണ്. ഹുസൈൻ മടവൂരിൻ്റെ കൂട്ടത്തിൽപ്പെട്ട 35 പേർക്കെതിരിൽ സംഘടന നടപടിയെടുത്തു. തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പിറ്റേന്ന് അവർ പത്രത്തിൽ കൊടുത്ത വാർത്ത എന്താണെന്നറിയോ? ജിന്ന് സേവയിലേക്കും പിശാച് പൂജയിലേക്കും കൊണ്ടുപോകുവാൻ അനുവദിക്കുകയില്ല എന്നാണ് അവർ. അപ്പൊ അവരന്ന് തുടങ്ങിയതത് 2002 അന്ന് തന്നെ ഖുബൂരികൾ അത് ഏറ്റെടുത്തു. തൗഹീദിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ അമ്പലക്കടവ് പൈസ ചന്ദ്രികയിൽ ലേഖനം എഴുതി, നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞു, നിങ്ങൾ ജിന്നുബാദിയും സീർബാദിയും അംഗീകരിച്ച നിങ്ങളെ തൗഹീദിന് ഒരിക്കലും അടിയുറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനതിന് മറുപടി എഴുതി. അന്ന് തുടങ്ങിയതാണ്. അങ്ങനെ ഇതിങ്ങനെ വല്ലാതെ ഇവർ കുപ്രചരണം തുടങ്ങിയപ്പോൾ ഞാനൊരു പുസ്തകം എഴുതി, ജിന്ന് സേവയും പിശാച് ബാധയും പിളർപ്പന്മാരുടെ സ്വന്തം കൃതികളിൽ. എന്നിട്ട് ശബാബിലും ഇസ്ലാം വാല്യത്തിലും അതുപോലെ അവർ കൊണ്ട് നടക്കുന്ന പ്രസിദ്ധീകരണങ്ങളിലൊക്കെ മുമ്പ് വന്ന ഉദ്ധരണികളൊക്കെ എടുത്തിട്ട് ഇത് നിങ്ങൾ തന്നെ അംഗീകരിച്ചതാണ്, നിങ്ങളിപ്പോൾ ഞങ്ങളെ പേരിൽ ഖുറാഫാത്ത് ആരോപിക്കാൻ വേണ്ടി പറയുന്നതല്ലേ ഇത്. അത് AP അബ്ദുൽ ഖാദർ മൊഴിയാണ് ആ പുസ്തകം പരിശോധിച്ചത്. അന്നത്തെ ISM സെക്രട്ടറി CP സലീമ പരിശോധിച്ചത്. അത് പുറത്തിറക്കി. വളരെ സന്തോഷമായി. അപ്പം എല്ലാവർക്കും മനസ്സിലായി ഇത് വെറുതെ ഒരു കുപ്രചരണം ഉണ്ടാക്കിയതാണ്. അതോടെ മടവൂരികൾ പിന്മാറി. അങ്ങനെ വീണ്ടും അവരുടെ വിഷയമായപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും ഇതിന് മറുപടി പറയാൻ പോണ്ട. കാരണം മടവൂരികൾ ക്യാമ്പയിൻ തന്നെ പ്രഖ്യാപിച്ചു. KNMകാർ ഖുറാഫാത്തിലേക്ക് പോകുന്നു, അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നുണ്ട്, ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും മറുപടി പറയാൻ പോകണ്ട. ഞാനുണ്ട്, ശംസുദ്ദീൻ പാലത്തുണ്ട്, ജമാൽ ചെറുവാടി ഉണ്ട്, ആൽസിമിസരും ഉണ്ടെന്ന് തോന്നുന്നത്. ആയിക്കോട്ടെ, ഞങ്ങൾ മറുപടി പറയുന്നില്ല. ഞാൻ ഹജ്ജിന് പോയി, ശംസുദ്ദീൻ്റെ ജോലിക്കും പോയി, ഞങ്ങൾ ആരും മറുപടി പറഞ്ഞില്ല. എന്താ സംഭവിച്ചത്? 2006 കോഴിക്കോട് സാൽവേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 6 മാസം മുമ്പാണ് ഇവർ ഈ പ്രചാരണങ്ങൾ നടത്തിയത്. നമുക്ക് മറുപടി പറയാൻ പാടില്ല, പറയണ്ടെന്ന് പറഞ്ഞല്ലേ, ഞങ്ങൾ മിണ്ടാതിരുന്നു. പിന്നെ ഞങ്ങൾ മറുപടി പറയണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് KNM പറയും ചെയ്യുമല്ലോ, നമ്മളൊക്കെ വേഗം ലീക്കാവുമല്ലോ. അപ്പോൾ അവർ മടവൂരികൾ മനസ്സിലാക്കുകയും ചെയ്തു. ആളില്ലാത്ത പോസ്റ്റ് ഗോളടിക്കാൻ നല്ല സൗകര്യമുള്ള അടിച്ച് പൊളിച്ചവർ. സാൽവേഷൻ കൊണ്ട് എന്തൊക്കെ നമുക്ക് നമ്മളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടായോ അതെല്ലാം തകർന്നു. നമ്മളെന്തോ പച്ച ഖുറാഫികളായി മാറിയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ മടവൂരികൾക്ക് സാധിച്ചു. മാനം കിട്ടും. അപ്പം മീറ്റിംഗ് കൂടി, ഇനി നമ്മൾ മറുപടി പറയാൻ എന്നാൽ പറ്റൂല. കണ്ട കൈകാര്യം ചെയ്ത രീതിയുടെ ദോഷം അത്. അന്ന് അപ്പം തന്നെ മറുപടി പറയണമെന്ന് നമ്മളൊക്കെ അഭിപ്രായം. പക്ഷേ ഇയാൾ പറയണേ പറ്റില്ല, അത് മൂടി വെക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാര്യം എല്ലാം പുറത്തു പറഞ്ഞിട്ടില്ല, ജനങ്ങളുടെ അക്കലിന് യോജിച്ചേ പറഞ്ഞിട്ടുള്ളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കുറേ ഹദീസൊക്കെ ഉദ്ധരിച്ചിട്ട് ഇപ്പം ഹദീസൊക്കെ പോയി, ഇപ്പം ഇത് മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഹദീസൊക്കെ ഉദ്ധരിച്ചെടുത്ത് മൂടി വെക്കണം എന്നുള്ളതിന് പറഞ്ഞ് അവസാനം മാനം കെട്ടപ്പം മീറ്റിംഗ് കൂടി മറുപടി പറയാൻ വേണ്ടി തീരുമാനിച്ചു. ഹദീസ് നിഷേധം ഉയർത്തി കാണിച്ചുകൊണ്ട് ജിന്ന് സിഹർ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ നിഷേധിച്ചുകൊണ്ടാണ് മടവൂരികൾ രംഗത്ത് വന്നിട്ടുള്ളതെന്നും ആ ഹദീസ് നിഷേധം ജനങ്ങളെ പഠിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മറുപടി പറഞ്ഞു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിഷയവുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ സുഹൃത്തുക്കളെ മറുപടി പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് കാര്യത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാവുകയും മടവൂരികൾ പിൻവാങ്ങുകയും ചെയ്തു എന്നതാണ് അന്നുണ്ടായ സംഭവം. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ആ മറുപടി പറയാൻ രംഗത്ത് വന്നത്. അപ്പോൾ ഒരിക്കലും തന്നെ അതുണ്ടായിട്ടില്ല. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങളെ വിളിച്ചിട്ട് ശാസന എന്ന് പറഞ്ഞിട്ട് നടത്തി. ഞാനുണ്ട്, ശംസുദ്ദീൻ പാലത്തിൻ്റെ, ജമാൽ ചെറുവാടിയുണ്ട്. എന്നിട്ട് സംഘടനാ സെക്രട്ടറി എണീറ്റുന്നു, നിങ്ങളെ ശാസിക്കുകയാണ് എന്നാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കുക, വാദപ്രതിവാദമൊന്നും വേണ്ട. എന്തിനാ ശാസിച്ചെന്ന് ഇപ്പോഴും അറിയില്ല. ഞാൻ പലവട്ടം ചോദിച്ചിട്ട് എന്തിനാ ശാസിക്കുന്നതെന്ന്. അപ്പോൾ ഈ ജിന്ന് സിഹർ വിഷയങ്ങൾ സംസാരിക്കുന്ന ആളുകളെ സംസ്ഥാന ഓഫീസിൽ വിളിച്ചു വരുത്തി ശാസിച്ചിരിക്കുന്നു. പരസ്യം വന്നപ്പോൾ കുറേ ആൾക്ക് സൗകര്യം, ശാസിച്ചിട്ടുണ്ടില്ലേ. എന്തിനാ ശാസിച്ചത്? എന്താ ഈ ശാസനയുടെ കാരണം? ഒരു ഗതികേട് ആലോചിച്ച് നോക്കുക. എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങൾക്ക് ചോദിക്കാൻ അവകാശമല്ല, ചർക്കിക്കാൻ നിൽക്കണ്ട, ശാസിച്ചിരിക്കുന്നു, കഴിഞ്ഞു. അതാണ് ഇപ്പോൾ ശാസനൻ്റെ കോലം. ഇന്നും അറിഞ്ഞോട് എന്തിനാ ശാസിച്ചതെന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ഇൽമിയായ നിലയ്ക്ക് ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ കൈകാര്യം ചെയ്ത ഒരു പ്രശ്നവും യഥാർത്ഥത്തിൽ ഉണ്ടാവുകയില്ല. ഞാൻ സുഹൃത്തുക്കളെ മഗ്‌രിബിന് വേണ്ടി നിർത്താണ്. ഒരു കാര്യം പറയാം, എൻ്റെ ഒരു CD പിൻവലിക്കണമെന്നോ എൻ്റെ ഒരു ലേഖനം പിൻവലിക്കണമെന്നോ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ജമിയത്തിന് കൊടുത്ത പ്രബന്ധം അതിൽ ഇന്ന ആദർശവിരുദ്ധമായ കാര്യമുണ്ട് പറഞ്ഞിട്ടില്ല.
പിന്നെ എന്താ ഞാൻ ആദർശവിരുദ്ധമായും സംഘടനാവിരുദ്ധമായ പ്രവർത്തനം കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിചിന്തനത്തിൽ വന്നത്. എന്താണത് അറിയാനുള്ള അവകാശം സാധാരണ പ്രവർത്തകർക്കുണ്ട്. എന്താണ് അദ്ദേഹം ചെയ്ത ആദർശവിരുദ്ധ പ്രവർത്തനം? ഞാൻ നിങ്ങളുടെക്കിടയിൽ പ്രസംഗവും പ്രബോധനവും ഒക്കെ നടത്തിയിരുന്ന ആളല്ലേ. ഞാൻ ദീർഘകാലമായി ആദർശവിരുദ്ധവും സംഘടനാവിരുദ്ധവും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അംശങ്ങൾക്കൊക്കെ ബാധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ അറിയണമല്ലോ. അത് നിങ്ങൾ ചോദിക്കണം നേതൃത്വത്തോട്, എന്താണ് ആദർശവിരുദ്ധ കാര്യങ്ങൾ? തെളിവ് സഹിതം നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതാ. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരാളല്ല, മരിച്ചുപോയ ആളല്ലല്ലോ. അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ ഇവിടെ ഉണ്ട്, അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗങ്ങൾ കാസറ്റുകളായിട്ട് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ ചോദിക്കണം എന്നാണ് എനിക്കിതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഞാനിതിങ്ങനെ പ്രസംഗിച്ചെടുക്കാൻ എനിക്ക് വേറൊന്നും വിഷയമല്ല എന്നാണ് സാധാരണക്കാരുടെ വിചാരം. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, എതിരാളികൾക്ക് മറുപടി ആയിട്ടല്ലാതെ നമ്മൾ ഈ വിഷയം ആദ്യകാലത്തൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഹുസൈൻ മടവൂരും കൂട്ടരും ഈ വിഷയം കുത്തിപ്പൊക്കി ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമ്പോൾ കുത്തിപ്പൊക്കിയത് ആരായാലും പറഞ്ഞു കൊടുക്കലേ നമ്മളെ ബാധ്യതയല്ലേ. പ്രമാണങ്ങളിലുള്ളത് ഇതാണ്, ഇവർ പറയുന്നത് അഖലാനിയത്താണ്, മുഅ്തസിലത്തിന്റെ വാദമാണ്, അതുകൊണ്ട് അതിലുള്ളത് ഇല്ലതാണ്, ഇല്ലാത്തത് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ മാത്രമാണ് പറഞ്ഞു കൊടുത്തത്. എന്നെക്കാളേറെ ഈ വിഷയം പ്രസംഗിച്ചത് എൻ്റെ സഹോദരൻ അനസാണ്. അനസ് മൗലവിയുടെ എത്രയോ കാസറ്റുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, പറയരുത് എന്ന് പറഞ്ഞ സമയത്താണ് അബ്ദുറഹ്മാൻ സലഫി പോയിട്ട് ജിദ്ദയിലും അതുപോലെ റിയാദിലും ആളുകളെ വിളിച്ചു കൂട്ടി പ്രസംഗിച്ചത്, അയാളുടെ സ്വന്തം അഭിപ്രായം. എന്നിട്ട് ആ കാസറ്റ് ആരവിടെ വിതരണം ചെയ്യുന്നത്? ഹുസൈൻ മടവൂരിൻ്റെ ആളുകളാണ്. അബ്ദുറഹ്മാൻ സലഫിയുടെ ജിദ്ദ പ്രസംഗം എന്ന് പറഞ്ഞാൽ അവർ ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുകയായിരുന്നു. കാരണം അതിൽ അവർക്ക് ചില പിടിവള്ളികളുണ്ട്, അവർ അഖലാനിയത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില നിലപാടുകൾ ഇതിലുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒരു മറയാണ് യഥാർത്ഥത്തിൽ. ജിന്നും സീറും ഒക്കെ പറഞ്ഞിട്ട് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് യഥാർത്ഥത്തിലുള്ളത്. വാസ്തവത്തിൽ ഇതിനപ്പുറത്ത് വേറെ ചില പൊളിറ്റിക്സ് ഇതിന് പിന്നിലുണ്ട്. പച്ചയായ ഹദീസ് നിഷേധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫി കൂടെ സ്പോൺസർ ചെയ്ത് സംഘടനയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹുസൈൻ മടവൂരും കൂട്ടരും പറഞ്ഞ ആരോപണം എന്താണോ അത് തന്നെയാണ് ഇപ്പോൾ ഈ കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മർക്കസിന്റെ മുമ്പിൽ പോയി നിങ്ങൾ കുമ്പസരിക്കേണ്ടി വരും. കഴിഞ്ഞ 5 കൊല്ലങ്ങളെ വിമർശിച്ചത് ഞങ്ങളിതാ തിരിച്ചെടുത്തിരിക്കുന്നേന്ന് പറയേണ്ടി വരും. അവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം നമുക്ക് കൂടുതൽ വിഷയങ്ങൾ സംസാരിക്കാം. വളരെ ഗൗരവത്തിൽ തന്നെ നിങ്ങളിത് മനസ്സിലാക്കണമെന്നും നമ്മുടെ സംഘടനയിൽ സംഭവിച്ചിട്ടുള്ള ഈ ആദർശ പ്രസ്ഥാനത്തിൽ സംഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ചാരപ്പണികളും അതുപോലെ തന്നെ ആദർശ രംഗത്തുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള പുതിയ ഈ നീക്കങ്ങളുമൊക്കെ മനസ്സിലാക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൗഹീദ് പ്രസ്ഥാനത്തെ പോറലില്ലാതെ നിലനിർത്തുമാറാകട്ടെ. ഈ സംഘടനയെ ആ യഥാർത്ഥ തൗഹീദിൻ്റെ മാർഗത്തെ ഉറപ്പിച്ചു നിർത്താൻ ഇതിനെ നയിക്കുന്നവർക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സത്യത്തിൽ ഉറച്ചു നിൽക്കാനും സത്യത്തിൻ്റെ കൂടെ നിലകൊള്ളുവാനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മഗ്‌രിബിന് മുമ്പ് നാം സംസാരിച്ചതിൻ്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ കൂടി അതിനോട് ചേർത്തി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 1 വർഷമായി KJU വിശദീകരണം എന്ന പേരിൽ ഒരു വൺ സൈഡ് വിശദീകരണം ജില്ലകൾ തോറും നടത്തുകയും മുജാഹിദ് പ്രവർത്തകരിൽ പലരും ശിർക്കിലേക്ക് പോയിട്ടുണ്ട്, അന്ധവിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന മടവൂരികളുടെ പ്രൊപ്പഗണ്ട നമ്മുടെ നേതാക്കന്മാരും ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നു എന്ന പ്രതീതി ജനങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നാട്ടിലും വിദേശത്തുമൊക്കെ സംഘടിപ്പിക്കപ്പെട്ട പരിപാടികളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഈ ആരോപണം പ്രവർത്തകർക്കെതിരെ ഉന്നയിക്കുകയും പ്രവർത്തകർ ചേരിതിരിയാനും ഛിദ്രതയുണ്ടാകുവാനും അത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇത് അറിയാതെ അബദ്ധവശാൽ സംഭവിച്ചതല്ല, കരുതിക്കൂട്ടി തന്നെ സംഭവിച്ചതാണ്. നമുക്കറിയാം, എടവണ്ണയിൽ നടന്ന സംയുക്ത കൗൺസിലിൻ്റെ CD അത് വളരെ രഹസ്യമായി നമ്മൾ സംഘടിപ്പിക്കുന്ന കൊണ്ടുവന്നവരെ മാത്രം കയറ്റിയിരുത്തി നമ്മുടെ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരു വേദി. അത് ഒരു അമുസ്ലിമിനെ വിളിച്ച് റെക്കോർഡ് ചെയ്യിച്ച് അതിൻ്റെ കോപ്പി നേരെ മടവൂരികൾക്ക് കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ മടവൂരികൾ കൗൺസിൽ CD ആഘോഷിക്കുകയായിരുന്നു. ആരാണത് കൊണ്ടുപോയി കൊടുത്തത് എന്നും ആരാണ് മടവൂരി നേതാവ് വീരാൻകുട്ടി സുല്ലമിക്ക് അത് എത്തിച്ചത് എന്നും അബ്ദുറഹ്മാൻ സലഫിയുടെ ജ്യേഷ്ഠൻ അബ്ദുള്ള സുല്ലമി സംസ്ഥാന കൗൺസിലർ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ അനുജൻ അബ്ദുറഹ്മാൻ സലഫിയാണ് അത് ചെയ്തത്.
സംഘടന ഒരു അന്വേഷണം നടത്തുകയോ അത് എത്തിച്ചതിന്റെ പേരിൽ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല. മുജാഹിദ് പ്രവർത്തകരെ മാനം കെടുത്തിയ ഒരു സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ അത്. അപ്പൊ ഇത്തരത്തിലുള്ള ചാരപ്പണികൾ മടവൂരികളുമായി ബന്ധപ്പെട്ട് മടവൂരികൾക്ക് എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുക. KNM ഒരു സർക്കുലർ ഇറക്കിയാൽ ആദ്യം അത് കാണുക മടവൂരികളുടെ മെയിലിലാണ്. പണ്ടൊന്നും സർക്കുലർ മെയിലിൽ കാണില്ല. മാത്രമല്ല KNMന്റെ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് CD ടവർന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും നാട്ടിലെ മടവൂരിയോട് ചോദിച്ചാൽ മതി ഇന്ന് എന്തൊക്കെയാ KNMന്റെ മീറ്റിംഗിൽ തീരുമാനം ഉണ്ടായത്. ആ തരത്തിലുള്ള പച്ചയായ ചാരന്മാർ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഉണ്ട് എന്നത് ഇന്ന് പരസ്യമായ ഒരു രഹസ്യമാണ്. KNMന്റെ സർക്കുലർ പലതും നമ്മൾ വായിക്കുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ് എന്ന് പറയുന്നത് എന്തുമാത്രം ലജ്ജാകരമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ ഗുരുതരമായ ചില നീക്കങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടാവുകയും ഈ മൂവർ സംഘം കൊണ്ടുവന്നിട്ടുള്ള പുതിയ തൗഹീദ് അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തുടനീളമുള്ള സലഫികളെ ശിർക്ക് ആരോപിക്കുന്ന അവസ്ഥയിലേക്കാണ് വാസ്തവത്തിൽ എത്തിച്ചേരുന്നത്. അവർക്കൊന്നും തൗഹീദ് മനസ്സിലായിട്ടില്ല. ഈ 2012 വരെയും നമ്മൾ പറഞ്ഞ തൗഹീദ് ശരിയായിരുന്നില്ല. കഴിഞ്ഞ 10, 12, 13 നൂറ്റാണ്ടുകളായി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കൊന്നും തൗഹീദും ശിർക്കും വേണ്ടതുപോലെ വകതിരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന അത്യന്തം അപകടകരമായ ധാർഷ്ട്യം കലർന്ന ഒരു പുതിയ വാദമാണ് തൗഹീദ് 2012 എന്ന് ഇപ്പോൾ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു പുതിയ തൗഹീദുമായിട്ട് ഈ കൂട്ടർ വന്നിട്ടുള്ളത്. കേരള ജമിയത്തുൽ ഉലമയുടെയും KNMന്റെയും പാവനമായ സംഘടനാ സംവിധാനങ്ങൾ തന്ത്രപരമായി പിടിച്ചെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ മൗദൂദികൾക്ക് സംഭവിച്ചതുപോലുള്ള ഒരു അബദ്ധമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇബാദത്തിന് അനുസരണം, അടിമവേല, ആരാധന എന്നിങ്ങനെ 3 അർത്ഥങ്ങളുണ്ടെന്നും അങ്ങനെ അതിന് രാഷ്ട്രീയമായ വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീനി എന്നതിനൊക്കെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയ മൗദൂദി അദ്ദേഹം പറഞ്ഞത് റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് സ്വഹാബത്തിന് ഈ വാക്കുകളുടെ അർത്ഥം ശരിക്കും അറിയാമായിരുന്നു. പിന്നീട് അതിന്റെ ഉറവ വറ്റിപ്പോയി. പിന്നീട് പഞ്ചാബിൽ ജനിച്ച എനിക്കാണ് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ അറിവ് കിട്ടിയത് എന്നാണ്. അതുകൊണ്ടാണല്ലോ അബുൽ ഹസൻ അലി നദ്വി മൗദൂദിയുടെ കൂടെ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിക്കാൻ തന്ന ആള് വരെ അതിൽ നിന്ന് പോരാൻ കാരണം എന്താ? ഇക്കഴിഞ്ഞ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾക്കൊന്നും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ സാങ്കേതിക ശബ്ദങ്ങൾ വേണ്ടതുപോലെ മനസ്സിലായില്ല. അവരൊക്കെ നീണ്ട നൂറ്റാണ്ടുകളിൽ ദലാലത്തിലായിരുന്നു എന്ന അപകടകരമായ വാദമാണ് മൗദൂദി ഉയർത്തുന്നതെന്നും അതൊരിക്കലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് അത്തഫ്സീറു സിയാസി ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ രാഷ്ട്രീയ വ്യാഖ്യാനം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിക്കൊണ്ട് അബുൽ ഹസൻ അലി ജമാഅത്തെ ഇസ്ലാമിൽ നിന്നും പുറത്തു കിടന്നത്. വാസ്തവത്തിൽ അതിന് തുല്യമായ ഒരു വാദമാണ് ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിൽ ശിർക്കിലും ദലാലത്തിലുമായിരുന്നു എന്ന മൗദൂദിയുടെ വാദം പോലെ ഇക്കഴിഞ്ഞ 2012 വരെ നമ്മൾ പറഞ്ഞ തൗഹീദ് ശരിയായിരുന്നില്ലെന്നും അവർ ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്ന കാര്യം ഇനി മുതൽ ശിർക്കാണ് എന്ന് മാറ്റി പറയണമെന്നുമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലാഹ ലാ യജ്മഉ ഉമ്മത്തി അലാ ദലാല, എന്റെ ഉമ്മത്തിനെ ഒരിക്കലും അല്ലാഹു ദലാലത്തിൽ ഒരുമിച്ച് കൂട്ടുകയില്ല. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി, സത്യത്തിന്റെ മേൽ പ്രത്യക്ഷപ്പെട്ടവരും വിജയിക്കുന്നവരുമായി എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം എക്കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് തുടങ്ങിയ ഹദീസുകളുടെ ഖണ്ഡനമാണ് യഥാർത്ഥത്തിൽ ഇവരുടെ നിലപാട്. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് മുഖാമുഖത്തിലൂടെ മറുപടി കൊടുക്കുന്ന ഈ കൂട്ടർ തന്നെ അവസാനം മൗദൂദികളുടെ വാദത്തിന് സമാനമായൊരു വാദത്തിൽ ചെന്നുപെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവർ തന്നെയും മുശ്രിക്കാവുകയാണ്. മൗദൂദിയൻ വാദത്തിന്റെ വൈകല്യം യഥാർത്ഥതാണ്, സ്വയം മുശ്രിക്കാവുകയാണ്. അബുല്ലാല മൗദൂദിയുടെ വാദം സ്വീകരിച്ചവരോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ ശിർക്ക് അത് നിങ്ങളും ചെയ്യുന്നുണ്ടല്ലോ? അതെ, ഞങ്ങളും മുശ്രിക്കാണ്, നിങ്ങളും മുശ്രിക്കാണ്, ഞങ്ങളും മുശ്രിക്കാണ്. ഇങ്ങനെയുണ്ട് ഒരു പ്രബോധനം. അങ്ങനെ സ്വയം മുശ്രിക്കാകുന്ന ഒരു വ്യാഖ്യാനമാണ് വാസ്തവത്തിൽ ഇവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ശിർക്കും ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്? അപ്പൊ അവരെ മറുപടി, കുടുങ്ങിയ സന്ദർഭത്തിൽ നിവൃത്തി ഇല്ലാതാകുമ്പോ പന്നിയിറച്ചി തിന്നാമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു പന്നിയിറച്ചിന്റെ മസാലയിലാണ് കേരളത്തിലും ഇന്ത്യ രാജ്യത്തൊട്ടാകെയും അനിസ്ലാമിക ഭരണം നിലനിൽക്കുന്ന നാടുകളിലൊക്കെയും ജമാഅത്തെ ഇസ്ലാമിക്കാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിച്ചു, ഇസ്ലാമിനൊരു നിയമമുണ്ടല്ലോ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ അതിന് പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഹിജ്റ പോകണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന അർളി വാസിഅത്തുൻ ഫഇയ്യായ ഫഅബ്ദൂൻ, എന്റെ ഭൂമി വിശാലമാണ്, നിങ്ങൾ എനിക്ക് മാത്രം ഇബാദത്ത് എടുക്കണം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വാദപ്രകാരം അനിസ്ലാമിക ഭരണം നിലനിൽക്കുന്നിടത്തൊന്നും തൗഹീദ് ഇല്ല എന്നാണ്. അവിടെയൊന്നും യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടൊരു മുസ്ലിമിന് ജീവിക്കാൻ സാധ്യമല്ല എന്നാണ്. അപ്പൊ ലോകത്ത് എവിടെയെങ്കിലും ഇസ്ലാമിക ഭരണം സമ്പൂർണമായ അർത്ഥത്തിലുണ്ടോ? ഇല്ല.
അപ്പൊ എവിടെയും മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല, ഇന്ന് ലോകത്തൊരൊറ്റ മുസ്ലിമും ഇല്ല എന്ന അത്യന്തം അപകടകരമായ വാദമാണ് മൗദൂദികൾ ഉയർത്തിയത്. വാസ്തവത്തിൽ അതിലേക്ക് സമാനമായൊരു വാദം തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ മൂവർ സംഘവും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ശിർക്കല്ല, എവിടെ അതിന് ശിർക്ക് എന്ന് അമ്പലക്കടവിനോടും അലിമദനി മൊറയൂരിനോടും ചോദിച്ചിരുന്ന ആളുകൾ അവര് പറയാണ്, ഞങ്ങൾ ഇന്ന് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു, ഞങ്ങൾ തൗബ ചെയ്തിരിക്കുന്നു. ആരോടൊക്കെ തൗബ ചെയ്യണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹുസൈൻ മടവൂരിന്റെ ആസ്ഥാനമായ മർക്കസ് ദേവയുടെ മുമ്പിൽ പോയിട്ട് തൗബ ചെയ്യണം. ഇപ്പൊ ഹുസൈൻ മടവൂർ ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എന്താ പ്രസ്താവന എന്നറിയോ? ഇതാ മടവൂരികളുടെ വർത്തമാനം പത്രം. കോട്ടക്കൽ മുസ്ലിം മുജാഹിദ് ആദർശ തനിമയിലേക്ക് തിരിച്ചു വരണം ഡോക്ടർ ഹുസൈൻ മടവൂർ. കോട്ടക്കൽ നടന്ന അവരെ സമ്മേളനം അതേ സമയത്ത് മഞ്ചേരി നടക്കുകയാണ്. അനസ് മൗലവിയും കൂട്ടരും. നിങ്ങൾ ആലോചിച്ചൊക്കെ യോജിപ്പ്. മുസ്ലിം നവോത്ഥാന സംരംഭമായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമുള്ള മുഴുവൻ പേരും ആദർശത്തനിമ ഉൾക്കൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണമെന്നും ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളതെന്നും ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. നവയാഥാസ്ഥികതയുടെ ഒരു പതിറ്റാണ്ട് എന്ന പ്രമേയത്തിൽ KNM ജില്ലാ കമ്മിറ്റി കോട്ടക്കലിൽ നടത്തിയ മുജാഹിദ് ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അത് നമ്മളിഞ്ഞ് യോജിക്കാം. മുജാഹിദുകൾക്കെതിരെ ആരോപിച്ച ശിർക്കൊക്കെ സത്യമാണെന്നും ഞങ്ങൾ പറഞ്ഞ മടവൂരികൾ പറഞ്ഞ സത്യമാണെന്നും ഇപ്പൊ നിങ്ങൾ അംഗീകരിച്ചല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാം. ഇനി കേട്ടോളൂ. 10 വർഷങ്ങൾക്ക് മുമ്പ് പ്രമുഖ മുജാഹിദ് പണ്ഡിതന്മാർക്കെതിരെ ആദർശ വ്യതിയാനം ആരോപിച്ച് സംഘടന വളർത്താൻ ശ്രമിച്ച വ്യക്തികൾ ഏറ്റവും ഗുരുതരമായ ആദർശ പ്രശ്നത്തിന്റെ പേരിൽ സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. അതെന്നെ കുറിച്ചാണ്. അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ മുജാഹിദ് പ്രവർത്തകരിലേക്ക് ജിന്നുസേവ, പിശാച് പൂജ, മാരണം, മന്ത്രവാദം, കൂടോത്രം തുടങ്ങിയ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുത്ത AP വിഭാഗം മുജാഹിദ് സംഘടനയുടെ തീരുമാനം സ്വാഗതാർഹമാണ്. എന്താണ് ജിന്ന്? ഇവര് 2002 പറഞ്ഞേർത്തന്നെ അവരിപ്പോഴും ഉള്ളത്. പക്ഷെ മറ്റൊരു മാറി. ജിന്ന് സേവയും പിശാച് ബാധയൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആര് പോയത്? ഹുസൈൻ മടവൂരും കൂട്ടരും പോയത്. അതേ ആരോപണത്തിന്റെ പേരിൽ ഇന്നിപ്പോ ഞാൻ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അവർ സ്വാഗതം ചെയ്യാണ്. ഞങ്ങൾ 9 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സ്വാഗതം, മർഹബ, അങ്ങോട്ട് വരീന്ന് മടവൂരികൾ ഇവർ അങ്ങോട്ട് വിളിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കോട്ടക്കലും മഞ്ചേരിയും ഒരേ സമയം പരിപാടി നടക്കുക. രണ്ടിടത്തും ശിർക്കാരോപണം ഞമ്മക്കെതിരില്. മുജാഹിദുകൾക്കെതിരെ ശിർക്കാരോപണം. മടവൂരികൾ പണ്ടേ പറയുന്ന ശിർക്കാരോപണം അവർ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് ആവർത്തിച്ചു മാറിയ സാഹചര്യത്തിൽ. അന്ന് അതിന് മറുപടി പറയുന്ന അനസും കൂട്ടരും അത് വിഴുങ്ങിയിട്ട് അടവൂരികളെ കൂടെ കൂടിയിട്ട് അമ്മക്കതിൽ ഒരേ സമയത്ത് ശിർക്കാരോപണം. എന്നിട്ട് ഇയാള് നിങ്ങളുടെ നടപടി സ്വാഗതാർഹം, ഇനി നമുക്ക് ഒന്നിച്ചു പോകാം. എവിടേക്കാണ് ഇതിന്റെ പോക്ക് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്താണ് ഇവരുടെ ഉദ്ദേശമെന്ന്, അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരുടെ ഉദ്ദേശം എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഹുസൈൻ മടവൂരിനെ സംബന്ധിച്ച് ഗൾഫിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫിയും സുബൈർ മങ്കടയും തയ്യാറാക്കിയ ഒരു സാധന ഇത്. മാഹിദ് മൻഹജിയ വഅഖദിയ അലാ ഹുസൈൻ അബൂബക്കർ കോയ. ഹുസൈൻ അബൂബക്കർ കോയക്കെതിരിലുള്ള മൻഹജിയായ അഖദിയായ വിശ്വാസപരവും മൻഹജിലുമുള്ള തകരാറുകൾ, ഈ തകരാറുകൾ അറബി ലോകത്തൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവരെഴുതിയുണ്ടാക്കിയതാ അത്. എന്നിട്ട് ഓരോ കൊല്ലം ചെല്ലുമ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യും? സുബൈർ മങ്കട പോയതിനു ശേഷം അബ്ദുറഹ്മാൻ സലഫി അടക്കം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. എന്തൊക്കെയാണ് ഇതിൽ അദ്ദേഹത്തിനെതിൽ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്? നിങ്ങൾ ഇതാ 5ാമത്തെ അദ്ദേഹം ഹുസൈൻ മടവൂര് സൗദി അറേബ്യയിലെ സലഫി പണ്ഡിതന്മാരെ അവഹേളിക്കുന്നു, കുത്തി പറയുന്നു എന്ന് പറഞ്ഞിട്ട് അതിലെ തെളിവുകള് ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കുന്നതിനെ ഹുസൈൻ മടവൂർ നിഷേധിക്കുന്നു. ആ വിഷയത്തിൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ അദ്ദേഹം പരിഹസിക്കുന്നു. എന്നിട്ട് അനുബന്ധം 18. എന്താ അനുബന്ധം 18-ലുള്ളത്? അത് ഗൾഫ് സലഫിസം എന്ന പേരില് ഈ ഹുസൈൻ മടവൂരിന്റെ ജമിയത്തുൽ ഉലമയിൽപ്പെട്ട MI മുഹമ്മദ് അലി സ്വലം എഴുതിയ പുസ്തകത്തിന്റെ 43-44 പേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ജിന്ന് ഇസ്ലാമിലേക്ക് തെളിവാണ്. ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കുന്നു എന്നതിന് ആര് നിഷേധിക്കുന്നു? ഹുസൈൻ മടവൂർ നിഷേധിക്കുന്നു. ആര് പറയാ? അബ്ദുറഹ്മാൻ സലഫിയും സുബൈർ മങ്കടി അറബികൾ കൊണ്ടേ കൊടുക്കുകയാണ്. ഇയാൾ നിഷേധിക്കുന്നുണ്ട്. ഇയാൾ ഇബ്നു ബാസിനെ കളിയാക്കുന്നുണ്ട്. ഇബ്നു ബാസിനെ കുറിച്ചുള്ള വലിയ എന്താ? 1987 ഏപ്രിൽ മാസത്തിൽ സൗദി പത്രങ്ങളിലെല്ലാം പ്രാധാന്യപൂർവ്വം ഒരു വാർത്ത അച്ചടിച്ചു വന്നു. MI സ്വലം എഴുതുക. സൗദിയിൽ യുവതിയിൽ അധിനിവേശിച്ചിരുന്ന ബുദ്ധമതക്കാരനും ഇന്ത്യൻ വംശജനുമായ ഒരു ജിന്നിന്റെ ഇസ്ലാമിക ആശ്ലേഷണത്തെ കുറിച്ചായിരുന്നു അത്. ജിന്നുബാധയ്ക്ക് ചികിത്സ നടത്തുകയും ജിന്നുകളുമായി സംഭാഷണം നടത്തുകയും ജിന്നുകളെ ഇറക്കുകയും ചെയ്യുന്ന പല ശൈഖന്മാരും സൗദി അറേബ്യയിലുണ്ട്.
അവരിൽ പേര് കേട്ട ഒരാളാണ് റിയാദിലെ അബ്ദുല്ലാഹിബിൻ മുശ്രിഫ് അൽ അംരി. അദ്ദേഹത്തിനടുക്കലാണ് ജിന്നുബാധയുള്ള യുവതിയെ ആദ്യം ഹാജരാക്കിയത്. ജിന്നുമായി സംസാരിച്ച അദ്ദേഹം പിന്നീട് ജിന്നുബാധയുള്ള സ്ത്രീയോടൊപ്പം പ്രമുഖ പണ്ഡിതനായ ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സന്നിധിയിലെത്തി. ഈ പെണ്ണിനെയും കൊണ്ട്, ജിന്ന് കയറിയ പെണ്ണിനെയും കൊണ്ട് മുശ്രിഫ് അൽ അംരി റിയാദിൽ നിന്ന് മക്കത്ത് വന്നു. അവിടെ വെച്ച് ജിന്ന് മുസ്ലിം ആവുകയും ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി നിർദ്ദേശാനുസരണം സ്ത്രീയെ വിട്ടുപോവുകയും ചെയ്തു അത്രേ. വാർത്ത കേൾക്കേണ്ട താമസം ഷെയ്ഖ് അലി തന്താവിയെ വിമർശിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി. അലി തന്താവി അഖലാനിയാണ്, മുസ്ലിം മടവൂരിന്റെ ആ ലെവലിലുള്ള ഒരാളാണ്. അയാൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇറക്കി. ഇത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇലാഹുൽ അഖഫി ദുഖൂൽ ജിന്ന് ഫിൽ ഇൻസി, അഥവാ ജിന്നുബാധയുടെ യാഥാർത്ഥ്യം എന്ന പേരിലുള്ള ഒരു പുസ്തകത്തിലുള്ള ഒരു ഉദ്ധരണിയും ഇതിൽ കൊടുക്കുന്നുണ്ട്. റിയാദിൽ താമസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയെ ബാധിച്ചിരുന്ന ജിന്ന് എൻ്റെ അടുക്കൽ നിസ്ലാം സ്വീകരിച്ച വാർത്ത കഴിഞ്ഞ ഷഅബാനിൽ ഒട്ടേറെ ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. റിയാദിലെ അബ്ദുല്ലാഹിബിൻ മുശ്രിഫ് അൽ അംരിയുടെ മുമ്പിലാണ് ബുദ്ധമത വിശ്വാസിയായ ജിന്നുമായി യുവതി ആദ്യം പോയത്. അവിടെ വെച്ച് തന്നെ അയാൾ ഇസ്ലാം സ്വീകരിച്ചു. ഞാനും കൂടി സാക്ഷിയാവാൻ വേണ്ടിയാണ് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. കണ്ടോ? അപ്പോ ഇത് ഉസൈം മടവൂര് നിഷേധിക്കുന്നു. അതുകൊണ്ട് അയാൾ സലഫിയല്ല എന്നാണ് ആര് പറയുന്നത്? സുബൈർ മങ്കടയും അതുപോലെ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത്. ജമീഅത്ത് തുറാസിന്റെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി കൊടുത്തു. ഞങ്ങൾ ഇന്നും അത് പറയുന്നു ആത്മാർത്ഥമായിട്ട്. പക്ഷെ ഇവർക്ക് എന്തെങ്കിലും നിൽക്കാൻ കഴിയോ? ഇപ്പൊ ഇവരുടെ കൂടെ എത്ര ആളുണ്ട്? ഇതിപ്പോ കെ വി അംഗീകരിക്കോ? കെ വി അബ്ദുൽ മൗലവി അംഗീകരിക്കോ? ജിന്നുബാദല് ഡോക്ടർ മുഹമ്മദ് അംഗീകരിക്കോ? പ്രൊഫസർ അബ്ദു അംഗീകരിക്കോ? അബ്ദുറസാഖ് ബാക്കവി അംഗീകരിക്കോ? ഇവിടെയൊക്കെ ഉണ്ടാവും പല അഖലാനികളും ഈ കൂട്ടത്തിൽ. അവരാരും ഇത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. ആ അഖലാനികളൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫി എന്ത് ചെയ്യുന്നത്? ഈ പ്രസ്ഥാനത്തിൽ ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇനിയും കേട്ടോ നിങ്ങൾ, അടുത്ത ആക്ഷേപം ഇതാ. വഫീ മസ്അലത്തിൽ ജിന്നി അയ്ളൻ യസ്ഖറു മിന ശൈഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്. മരണപ്പെട്ടുപോയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെയും ജിന്നിന്റെ വിഷയത്തിൽ ഉസൈം മടവൂർ പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. എന്നിട്ട് അതിന് തെളിവ് കൊടുത്ത എന്താ? മുൽഹഖ് റഖം 19 ഇതേ പുസ്തകത്തിലെ ഗൾഫ് സലഫിസം മുജാഹിദ് പ്രസ്ഥാന പുസ്തകത്തിന്റെ ഒരു പേജ്. അതിലെന്താണുള്ളത്? ജിന്നും മനുഷ്യനും തമ്മിൽ ലൈംഗിക ബന്ധം. കണ്ടോ? ജിന്ന് മനുഷ്യ സ്ത്രീകളെ പ്രേമിക്കുകയും അതുമൂലം അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാനിടയുണ്ട് എന്ന് വാദിക്കുന്നു ഗൾഫ് സലഫികൾ. മനുഷ്യരും ജിന്നുകളും തമ്മിൽ ലൈംഗിക വീഴ്ച ഉണ്ടാകാമെന്നും പറയുന്നു. നമ്മൾ പോലും അംഗീകരിക്കാത്ത കുറെ കാര്യങ്ങളാണ് ഇതിലുള്ളത്. നോക്കണം നിങ്ങൾ. എന്നിട്ട് പറയാണ് ജിന്നുകളും ഒരു ചോദ്യവും അതിലുള്ള ഉത്തരവും നോക്കുക. ഒരു ജിന്നിന് മനുഷ്യ സ്ത്രീയെ കീഴ്പ്പെടുത്തി അവയുമായി ബന്ധപ്പെടാൻ കഴിയുമോ? ഒരു പുരുഷന് പെൺജിന്നുമായി സമ്പർക്കത്തിലെടുക്കാൻ കഴിയുമോ? ഉത്തരം അപ്രകാരം സാധിക്കുമെന്ന് പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. ഒരു ജിന്നിന് മനുഷ്യ സ്ത്രീയുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നും അത് അവൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്രകാരം മനുഷ്യന് പെൺജിന്നുമായി ബന്ധപ്പെടാം. അതിന്റെ അനുഭൂതി അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യും. മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ മുഖാമുഖം പേജ് 5. കണ്ടോ? ഇത് കൊടുക്കുകയാണ്. ഇത് ഉസൈം മടവൂർ അംഗീകരിക്കുന്നില്ല. ഇത് പറഞ്ഞ ഉസൈമീനെ കളിയാക്കാണ് ചെയ്യുന്നത്. ഇത് അബ്ദുറഹ്മാൻ സലഫി അംഗീകരിക്കോ? സുബൈർ മങ്കട അംഗീകരിക്കോ? നിങ്ങൾ ചോദിക്കേണ്ടതാണ്. ഇനി കേട്ടോ, അടുത്തത് നല്ല ജിന്നുകളോട് സഹായം തേടാമോ? ഇപ്പോഴത്തെ പ്രധാന വിഷയം. അത് ഉസൈം മടവൂർ അംഗീകരിക്കില്ല, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുണ്ട്. എന്നെ പുറത്താക്കിയ വിഷയം. ഞാൻ ജിന്നുകളോട് സഹായം തേടാമെന്ന ആളാണെന്ന് കള്ള ആരോപണം ഉന്നയിച്ചിട്ടാണ് പുറത്താക്കിയത്. ഇതാ, നല്ല ജിന്നുകളോട് അവർക്ക് സാധിക്കുന്ന കാര്യങ്ങളിൽ സഹായം തേടുന്നതിന് വിരോധമില്ലെന്നാണ് ഗൾഫ് സലഫി പള്ളി പ്രമുഖരായ ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീന്റെ ഫത്വ നൽകിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ മുഖാമുഖ ഒരു ചോദ്യം നൽകിയ മറുപടി നോക്കുക. ചോദ്യം: ചിലർ ജിന്നുകളോട് സഹായം തേടുന്നു. ആ ജിന്ന് ഉത്തമനാണെന്നും ഖുർആൻ മനഃപ്പാഠമാക്കിയവനാണെന്നും അയാൾ പറയുന്നു. എങ്ങനെയാണ് നാം നല്ല ജിന്നുകളെ തിരിച്ചറിയുക? ഉത്തരം: ഒരു മനുഷ്യനെ അയാളുടെ വാഹനത്തിന്റെ കാര്യത്തിൽ സഹായിക്കുക അയാളുടെ ഭാരം ചുമന്നു കൊടുക്കുന്നതും ഇറക്കി വെക്കുന്നതും ധർമ്മമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിട്ടുണ്ട്. അഥവാ ഒരു സൃഷ്ടിയോട് അവന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ സഹായം തേടാം, അതിൽ യാതൊരു കുറ്റവുമില്ല. ഇത് ഉസൈമീൻ അംഗീകരിക്കുന്നു, പക്ഷേ ഉസൈം മടവൂർ നിഷേധിക്കുന്നു. അപ്പൊ അബ്ദുറഹ്മാൻ സലഫി ഏതായാലും അംഗീകരിക്കണ്ടല്ലോ. ഞങ്ങൾ അംഗീകരിക്കുന്നു, ഉസൈം മടവൂർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അയാൾ സലഫിയല്ല, അയാൾ വന്നാൽ പിരിവ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്ക് അംഗീകരിക്കാണ്. ഇപ്പൊ ഉസൈം മടവൂർ പറഞ്ഞു കേട്ടോ, മിഞ്ഞാത്ത മൂപ്പരതിൽ ഇതാ മൂപ്പര് പറയുന്നുണ്ട്. ഇതാ, താൻ ഹദീസ് ജിന്ന് സിഹിർ വിഷയത്തിൽ താൻ ഹദീസ് നിഷേധിയും സൗദി പണ്ഡിതന്മാർ അവഹേളിക്കുന്നവനുമാണെന്ന് വിദേശത്തേക്ക് എഴുതി അയച്ചവർ പുതിയ സാഹചര്യത്തിൽ പ്രസ്ഥാനത്തോട് മാപ്പ് പറയണമെന്നും ഉസൈം മടവൂർ ആവശ്യപ്പെട്ടു. കണ്ടില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ആത്മാർത്ഥതയുടെ തരിമ്പ് യഥാർത്ഥത്തിലില്ല. ഈ പറഞ്ഞ ഈ വാദം ഉന്നയിച്ചുകൊണ്ട് ഉസൈം മടവൂരിനെതിരെ നടക്കുക, അതേ വാദമുള്ളവരെ കൂട്ടിയിട്ട് ഇവിടെ നമുക്കിതിൽ പ്രവർത്തിക്കാം. ഇതിന് ഇരട്ടത്താപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? നിങ്ങൾ ആലോചിച്ചു നോക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് സുഹൃത്തുക്കളെ. അധികാരത്തിനും ആനുകൂല്യങ്ങൾക്കും കാര്യലാഭങ്ങൾക്കും
വൈര നിര്യാതനത്തിനും അങ്ങനെ പലതിനും വേണ്ടിയും ആദർശം മാറ്റി പറയാറുണ്ട് പലരും രാഷ്ട്രീയ രംഗത്തൊക്കെ. പക്ഷേ ഒരിക്കലും മതരംഗത്ത് അത് ഉണ്ടാകാറില്ല അല്ലേ? രാഷ്ട്രീയക്കാർ ഇന്ന് പറയുന്നത് തൊട്ട് നിമിഷം പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതിനെ നിഷേധിക്കും, ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അതൊന്നും മതരംഗത്ത് ഒരിക്കലും ഉണ്ടാകാറില്ല. പിന്നെ വ്യക്തികൾക്ക് മാറ്റി പറയാം. പനസ്മൗലിയിൽ പോയിട്ട് കരഞ്ഞ മൂപ്പര കാര്യം കഴിഞ്ഞ്. പക്ഷേ ഒരു പ്രസ്ഥാനം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ഒരു ആദർശം ചില ആളുകൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില ആളുകളെ ഒതുക്കാനും പുറത്താക്കാനും വേണ്ടി മാറ്റി പറയാം. അപ്പൊ ഇതൊക്കെ മാറ്റി പറഞ്ഞ എന്തിനാണ്? എന്നെ പുറത്താക്കണം, എന്നെ പോലത്തെ കുറച്ച് ആളുകളെ മാറ്റണം. അതിന് നമുക്ക് ആദർശ വ്യതിയാനം ഉണ്ടായി ശിർക്കിലേക്ക് പോയി എന്ന് പറയണം. അപ്പോഴേ മടവൂരും കൂട്ടിന് സഹകരിക്കുള്ളൂ. ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞാലല്ലേ മടവൂരിന്റെയും കൂട്ടിന് സഹായം കിട്ടുള്ളൂ. ഹദീസ് നിഷേധം അത് ഒറ്റപ്പെട്ട അഭിപ്രായം സാരില്ല. ഹദീസ് നിഷേധികളെ കൂട്ടിയാലും വേണ്ടില്ല, ശിർക്കിനെതിൽ പോരാട്. ശിർക്ക് തൗഹീദ് വരുമ്പോൾ മുജാഹിദുകൾക്ക് രക്തം തിളക്കുമല്ലോ. കണ്ടോ? അതാണ് ഇവരുടെ ഉദ്ദേശം. അങ്ങനെ സുഹൃത്തുക്കളെ ലജ്ജാകരമായ രീതിയിൽ ഇവര് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൗദൂദി പണ്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അത് ശിർക്കാണെന്ന് മൗദൂദികൾ ഒരുപാട് കാലം പറഞ്ഞിരുന്നു. വോട്ട് ചെയ്യാൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, സ്ഥാനാർത്ഥിയാകാൻ പാടില്ല, സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പാടില്ല, അതെല്ലാം ശിർക്കാണെന്നാണ് പറഞ്ഞത് അല്ലേ? പക്ഷെ കുറെ കാലം കഴിഞ്ഞ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പിന്നെ ഓരോ ശിർക്കും തൗഹീദായി സുന്നത്തായി ഇപ്പൊ വാജിബായി. അതപ്പോഴത്തെ മൗദൂദികളുടെ അവസ്ഥ. അപ്പൊ നമ്മൾ പറഞ്ഞു കൂട്ടരെ ഇങ്ങനെയുണ്ട് ഒരു ഇസ്ലാം. കുറെ കാലം ശിർക്ക് എന്ന് പിന്നെ തൗഹീദ് മാറ്റി പറയാ. അതിനവർ ന്യായം പറഞ്ഞത് നയം മാറ്റമാണ്. അപ്പൊ നമ്മൾ മറുപടി എടുത്തു, നയം മാറ്റമല്ല, ആദർശമാറ്റമാണ്. നിങ്ങൾ ആദർശം തന്നെ മാറി. നിങ്ങൾക്ക് ശിർക്കായിരുന്ന ഗുരുതരമായ തെറ്റായിരുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ തൗഹീദാക്കി മാറ്റി. ഈ തരത്തിലുള്ള നാണം കെട്ട ഒരു ആദർശമാറ്റമാണ് ഈ മൂവർ സംഘം ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളെ കുറിച്ച് പറയണ എന്താ അറിയോ? യാ ഇബാദല്ലാഹ് ഐനൂനി, അള്ളാന്റെ അടിമകളെ സഹായിക്കണേ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയണ ഒരു കള്ള ഹദീസ് ഉണ്ട്. അതും പൊക്കി പിടിച്ച് നടക്കുകയാണ്. ആ കള്ള ഹദീസ് അങ്ങ് വിട്ടൂടെ. അപ്പൊ നമ്മൾ കള്ള ഹദീസ് പൊക്കി പിടിച്ച് ഇങ്ങനെ ആളുകളെ കള്ള ഹദീസിലേക്ക് ക്ഷണിക്കുന്ന ആളായിട്ട് ചിത്രീകരിക്കുക. വാസ്തവത്തിൽ എന്താ സുഹൃത്തുക്കളെ, യാ ഇബാദല്ലാഹ് ഐനൂനി എന്ന ഹദീസിനെ പറ്റി കള്ള ഹദീസ് എന്ന വാക്ക് തന്നെ പറയുന്നത് ശരിയല്ല. ഞാൻ തൃശ്ശൂരിൽ പ്രസംഗിച്ചപ്പോ ഷിയാക്കൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹദീസ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഷിയാക്കൾ കെട്ടിയുണ്ടാക്കിയ ഹദീസ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഗൾഫിലുള്ള ചില ആളുകൾ ഫോൺ ചെയ്തു, നിങ്ങൾ എങ്ങനെ അത് പറയും? മൗലൂ എന്നതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ അബ്ദുറഹ്മാൻ സലഫി ബുസ്താനുൽ ഉലൂമിൽ പറഞ്ഞിരുന്നു. അതിന് മറുപടി അറിയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വന്നു പോയതാണ്. അപ്പൊ കള്ള ഹദീസ് എന്ന് പറഞ്ഞാൽ മൗലൂ ആയ നബിയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഹദീസിനാ പറയാ. ദുർബല ഹദീസുകൾ ഏറ്റവും മോശമായതാണ്. അങ്ങനത്തെ ഒരു നിലവാരം ഈ ഹദീസിനെ പറ്റി പറയാൻ പാടില്ല എന്നതാണ് വാസ്തവം. ഷിയാക്കൾ, സൂഫികൾ അവരൊക്കെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവാക്കുന്ന ഒരു ഹദീസാണിത്. അവരവരെ ഇസ്തിഗാസക്ക് തെളിവാക്കുന്ന ഹദീസാണ്. അവരാണ് ഈ ഹദീസ് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത്. അവർക്ക് മറുപടി പറയുന്നത് കൊണ്ട് ഞങ്ങളും പറയേണ്ടി വന്നു. ഇപ്പൊ ഞാൻ മറുപടി പ്രസംഗ രംഗത്തില്ലാത്തവരും തെക്കവിയും തസ്കിയത്തും പ്രസംഗിച്ച് കുത്തുബിയും പറഞ്ഞ് നടക്കുന്ന ആളാണെങ്കിൽ എനിക്ക് ഈ ഹദീസ് പറയേണ്ടി വരില്ല. പക്ഷെ എതിരാളികളെ മുഖാമുഖം നേരിടുന്ന ഖണ്ഡന പ്രസംഗത്തിലും വാദപ്രതിവാദത്തിലൊക്കെ ഉള്ള ഒരാൾ എന്ന നിലയ്ക്ക് എതിരാളികൾ ഇത് പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. 2004 നടന്ന മണ്ണാർക്കാട് സംവാദം, ആ മണ്ണാർക്കാട് സംവാദത്തിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സഖാഫികൾ ചില ചോദ്യത്തിന് മറുപടി പറഞ്ഞൊരു ക്ലിപ്പാണ് നിങ്ങൾ ആദ്യമായി കേൾപ്പിക്കുന്നത്. അത് നിങ്ങളൊന്ന് കാണും. ഇവിടെ നടക്കൂല. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേരത്തെയും ഉറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സാധിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു. പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, യുഎസ്എയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന തവസ്സുല. അവിടെ ഹദീസുൽ നബിയിലുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്.
പിന്നെ യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് കൽപ്പനയുണ്ട് എന്നാ. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിഹാസയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി ഗീസൂനി എന്ന്. വിളിച്ചു പറയുന്നത് ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ സൃഷ്ടികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കണതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുണ്ട്. ഇത് ദുർബലമായ ഹദീസാണ്, സഹീഹായ ഹദീസാണ് തെളിവ് ഉദ്ധരിക്കേണ്ടത്. സഹീ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. അതാണ് വിഷയം. സഖാഫിമാര് ചോദിച്ചു, യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന ഹദീസില്ലേ, മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തെളിവല്ലേ? അപ്പൊ എല്ലാ കാലത്തും സലഫി പണ്ഡിതന്മാർ നേരിട്ടൊരു ചോദ്യമാണിത്. പഴയ കാലം മുതൽക്കേ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇവർ തെളിവ് കൊണ്ടുവരുന്ന ഹദീസാണ്. അതുകൊണ്ട് എനിക്ക് മറുപടി പറയേണ്ടി വന്നു. ഞാൻ പറഞ്ഞു അത് സഹിഹായ ഹദീസല്ല, വാദപ്രതിവാദത്തിൽ നിങ്ങൾ ഉദ്ധരിച്ച ദുർബലമായ ഹദീസാണ്. മാത്രമല്ല പ്രത്യേക വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നതല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കട്ടെ എന്നാണ്. മുസ്ലിം ജിന്നുകൾ ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ, മലക്കുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ. അവിടെ പ്രാർത്ഥന വരുന്നില്ല. ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേട്ട് സഹായിക്കുമെന്നാണ് റസൂൽ പറഞ്ഞതിന്റെ അർത്ഥം. സഹീഹാണെങ്കിൽ തന്നെ അത്രേ ഉള്ളൂ. പക്ഷെ അത് പറയാൻ കഴിയില്ല, ഹദീസ് ദഈഫാണ്, അതുകൊണ്ട് നമുക്കതൊന്നും അമൽ ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു. അതാണ് ഇത്രയും കാലം നമ്മൾ പറഞ്ഞത്. ആ മറുപടി ശരിയല്ല എന്നപ്പോ പറയണത്. തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ അതിൽ ഉണ്ട് എന്നാ പറയുന്നത്. ഇബാദല്ലാഹി അഈനൂനി എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ് എന്നാണ് ഇപ്പോൾ ഈ മൂവർ സംഘം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പണ്ട് പറഞ്ഞ തന്നെ പറയാണ് ഹദീസ് ദഈഫാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. ഇനി സഹീഹാണെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിലില്ല. നമ്മൾ തമ്മിൽ തർക്കത്തിൽ ഇസ്തിഗാസ എന്താ? ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ളവരോട് വർത്താനം പറയാൻ പറ്റുമെന്നാണോ? അല്ല, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കട്ടെ, എവിടെ ഉണ്ടെങ്കിലും കേൾക്കും, കാണും, അറിയും എന്ന് നിലക്ക് വിളിക്കുക. അതല്ലേ പ്രാർത്ഥന, അതല്ലേ ദുആ. ആ ദുആ ഇതിലില്ല. ഇത് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ളവരോട് സംസാരിക്കലാണ്. ആ ഹദീസ് സഹീഹാണെങ്കിൽ അങ്ങനെയുള്ള വിജനമായ സ്ഥലത്ത് അള്ളാഹു മലക്കുകളെയോ ജിന്നുകളെയോ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അവർക്ക് നിങ്ങൾ ഈ ഭാഷ പറഞ്ഞാൽ മനസ്സിലാകും, അവർ സഹായിക്കും. അത് ഒരിക്കലും മനസ്സിൽ പ്രാർത്ഥനാഭാവം വരുന്നില്ല, ഭക്ത്യാദരവും വരുന്നില്ല. എവിടെയുള്ള ജിന്നിനല്ല, ഹാളിറായ അവിടെ പ്രസന്റ് ആയിട്ടുള്ള ഈ വിളി കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നുകളോ മലക്കുകളോ ആണ്. ചില ആളുകൾ അവിടെ മനുഷ്യരാണെന്നും പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് എന്ന് മനുഷ്യരായിട്ടുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ. അത് യഥാർത്ഥത്തിൽ ശരിയായ വ്യാഖ്യാനമല്ല, കാരണം മനുഷ്യരവിടെ ഇല്ലാന്ന് ആ ഹദീസിലുണ്ട്. ഇരിക്കട്ടെ, അതേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ചില ആളുകൾ ചോദിക്കാണ്, വിജനമായ മരുഭൂമിയിലെത്തിയാൽ നമുക്ക് യാ അല്ലാന്ന് വിളിച്ചാ പോരെ, എന്തിനാ യാ ഇബാദല്ലാന്ന് വിളിക്കണ്? അതിനാരാ കൂട്ടരെ യാ ഇബാദല്ലാന്ന് വിളിക്കണം എന്ന് പറഞ്ഞത്? ഇപ്പൊ ഇവരെ പ്രചരണം കേട്ടിട്ട് ആളുകൾ വിചാരിക്കുന്നതാണ് മരുഭൂമിയിലെത്തിയാ യാ ഇബാദല്ലാഹി അഈനൂനി എന്നാ വിളിക്കേണ്ടത് എന്നാണ് ഇപ്പൊ നമ്മളൊക്കെ പ്രചരിപ്പിക്കുന്നതാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ എന്താ? അത് ദഈഫാണ്, തെളിവല്ല, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. എവിടെ വെച്ചും അള്ളാഹുവിനെയാണ് നാം വിളിക്കേണ്ടത്. വിജനപ്രദേശത്തും ജനപ്രദേശത്തും കാട്ടിലും നാട്ടിലും തോട്ടിലും പുഴയിലും കുളത്തിലും കരയിലും ഒക്കെ അള്ളാഹുവിനെ മാത്രമാണ് വിളിക്കേണ്ടത്. ഒരു സഹായവും, ഭൗതിക സഹായമോ അഭൗതിക സഹായമോ കഴിവിൽപ്പെട്ടതോ കഴിവിൽപ്പെടാത്തതോ ഒരു സഹായവും ജിന്നുകളോടും മലക്കോടും ചോദിക്കാൻ പാടില്ല. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടുണ്ട്. ഈ മൂവർ സംഘം ഇത് മൂടി വെച്ചിട്ട് ഞങ്ങളെ ശിർക്കിലേക്ക് പോയി എന്ന് ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണ്. ഇപ്പൊ ചില ആളുകൾ ചോദിക്കാണ്, ഇന്നിപ്പോ ഒരാൾ ഈ ഹദീസ് മനസ്സിൽ വെച്ചിട്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ജിന്നോ മലക്കോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റുകയില്ല, ഹറാമാണ്. എന്താ കാരണം? ഹദീസ് ദഈഫാണ്. നബി പറഞ്ഞതായി അത് തെളിഞ്ഞിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്ന താബിഈ പണ്ഡിതൻ, അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ യാത്രയിലായിരുന്നു. അങ്ങനെ വഴിതെറ്റിയപ്പോൾ അദ്ദേഹത്തിന് ഈ ഹദീസ് ഓർമ്മ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം എടുത്ത് നോക്കി, കയ്യിലുണ്ടായിരുന്ന ജുസ് എടുത്ത് നോക്കി. അപ്പൊ അതിന്റെ സനദ് അദ്ദേഹത്തിന് ബോധ്യായില്ല, സനദ് സഹിയാന്ന് ബോധ്യായില്ല. അബൂ ഇസ്മായിലുൽ ഹറവി തന്റെ ദമ്മുൽ കലാബി വഅഹ്ലിഹി എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, വനളറ ഇസ്നാദഹു, അദ്ദേഹം അതിന്റെ സനദ് നോക്കി, ഫലം യസ്തജിസ് അൻ യദ്ഉ ബിദുആ ഇല്ലാ യർലാ ഇസ്നാദഹു. കണ്ടോ, സനദ് തൃപ്തിപ്പെടാത്ത ഒരു റിപ്പോർട്ടിലുള്ള പ്രാർത്ഥന കൊണ്ട്, വിളി കൊണ്ട്
വിളിക്കാൻ അദ്ദേഹം ജായിസായി കണ്ടില്ല. അപ്പൊ അത് പ്രാർത്ഥന സാധാരണ വിളിയാണ്. എന്നിരുന്നാൽ പോലും സനദ് സഹിയാകാത്തത് കൊണ്ട് അദ്ദേഹം ആ വിളിച്ചില്ല. വഴിതെറ്റിയപ്പോൾ യായ് ബാത്ലാന്ന് വിളിച്ചില്ല. ഇതാണ് നമ്മുടെ നിലപാട്. ഹദീസ് സഹിഹാണെങ്കിൽ മാത്രമേ നമ്മൾ അതിന് അമൽ ചെയ്യാൻ പാടുള്ളൂ. ഈ ഹദീസിനെ പറ്റി ചർച്ച ചെയ്തതൊക്കെ കൊടുത്ത ഒന്നാമത്തെ മറുപടി അത് ലൈഫാണ്, ലാ യുഹ്തജു ബിഹി, അത് ഹുജ്ജത്തിന് പറ്റൂല. ലാ യസിഹു ഇസ്നാദുഹു, അതിന്റെ സനദ് സഹിഹല്ല. ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല എന്ന തബ്ലീഗുകാർക്കുള്ള മറുപടിയിൽ നമ്മൾ എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫളായിലിന്റെ കാര്യത്തിലായാലും ശരി, അഹ്കാമിന്റെ കാര്യത്തിലായാലും ശരി, എന്തിന്റെ കാര്യത്തിലായാലും ദഈഫായ ഹദീസ് ദലീലല്ല, തെളിവായി ഉദ്ധരിക്കാൻ പാടില്ല, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. ഇതാണ് കേരളത്തിലെ സലഫികളുടെ നിലപാട്. ലോക സലഫി പണ്ഡിതന്മാരിൽ ഭൂരിഭാഗത്തിന്റെയും നിലപാട് ഇതാണ്. എന്നാൽ മുൻഗാമികളിലും പിൻഗാമികളിലും പെട്ട ചില ആളുകൾ ഒരു അദ്കാറിൽ പെട്ടതല്ലേ എന്ന നിലക്ക്, ദിക്റല്ലേ, ആ നിലക്ക് ചെറിയൊരു ദുർബലത അതിനുണ്ടെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ട് നമുക്ക് അമൽ ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ ലൈഫാണെന്ന് മനസ്സിലാക്കാതെയാണ്, ചില ആളുകൾ ലൈഫാണെങ്കിലും കുഴപ്പമില്ല എന്ന നിലക്കാണ്. ഏതായിരുന്നാലും ദിക്ർ ദുആയുടെ കിതാബുകളിൽ ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് എടുത്തു കൊടുത്തത്? ഒന്ന്, ഹിജറ 364 മരിച്ച, 4-ാം നൂറ്റാണ്ടിൽ മരിച്ച അൽ ഹാഫിൽ അബീബക്കർ അഹമ്മദ് ബിൻ മുഹമ്മദ് ഇസ്ഹാഖ് ദീനവരി